വിദ്യാർത്ഥികളിലെ പത്രവായന വളർത്താനുള്ള മാതൃഭൂമിയുടെ മധുരം മലയാളം പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ് വിവിധ വിദ്യാലയങ്ങൾ. പത്രവായനയിലൂടെ പുതിയ തലമുറയെ വായനയിലേക്ക് ആകർഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മലപ്പുറം മാങ്ങാട്ടിരി LP സ്കൂളിലെ മധുരം മലയാളം കാഴ്ചയിലേക്ക്. പുത്തുമല ഉരുൾപൊട്ടലിൽ മരിച്ചവരെ അടക്കിയതിനു സമീപം കൂട്ടക്കുഴിമാടം. മേപ്പാടി പുത്തുമലയുടെ ആകാശത്ത് ഘനീഭവിച്ച മഴമേഘങ്ങൾ പെയ്യാതെ നിന്നു. അവിടെ ഒത്തുചേർന്ന മനുഷ്യരുടെ കണ്ണീരുകൊണ്ട് ഭൂമി നനഞ്ഞു. ഇന്നത്തെ വാർത്ത കേട്ടില്ലേ കുട്ടികള്? കേട്ടു അല്ലേ? ശരിക്കും വയനാട് നടന്ന ആ ദുരന്തം നിങ്ങളെപ്പോലെ ഒരുപാട് കുട്ടികൾ അതിൽ അകപ്പെട്ടിട്ടുണ്ട് അല്ലേ? 2 സ്കൂളുകൾ അതിൽ ഒഴിച്ചു പോയിട്ടുണ്ട്. നിങ്ങളെപ്പോലെ അസംബ്ലിയിലൊക്കെ പങ്കെടുക്കേണ്ട കുട്ടികള് ജീവൻ തന്നെ നഷ്ടപ്പെട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ വിഷമമുള്ള കാര്യമാണ്. കുട്ടികളുടെ ആത്മാവിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കൂടെയുണ്ട് ഞങ്ങൾ. തകർന്നു പോയ വയനാടിന് നേരെ രക്ഷാകരങ്ങളാണ് എങ്ങും ഉയരുന്നത്. അതിൽ മലപ്പുറത്തെ വിദ്യാർത്ഥികളടക്കം ഉൾപ്പെടുന്നു. മലപ്പുറത്ത് കുട്ടികളും സംഭാവന കൊടുക്കുന്നുണ്ടോ? 1000 കിലോ സ്വന്തം അരിയുമായി പരപ്പൂർ IUHSS. അരിയൊക്കെ കൊടുത്തോ? നമ്മുടെ സ്കൂളിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെറിയ കുട്ടികളല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ? പെട്ടെന്ന് വലുതാകണം, എന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വലുതാകണമെന്നില്ല, നമ്മൾ ചെറിയ കുട്ടികളായാലും കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കൂട്ടുകാരെ, ഇന്ന് ടീച്ചർ അസംബ്ലിയിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചില്ലേ? വയനാടിനെ സഹായിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കൂട്ടുകാരെ, ഞാൻ എന്റെ പൈസപ്പെട്ടിയിലെ പൈസ തരാം. എന്റെ ബർത്ത്ഡേന്റെ പൈസ തരട്ടെ? ഞാൻ തരാം പൈസ. ഇത് വയനാട്ടിലെ കൂട്ടുകാർക്ക്. വളരെ സന്തോഷമുണ്ട് മക്കളെ. വയനാടിനോടുള്ള നിങ്ങളുടെ സ്നേഹം അണ്ണാൻ കുഞ്ഞിൻ തന്നാലായത് എന്ന് പറയുന്നത് പോലെ നിങ്ങളാൽ കഴിയുന്ന ഒരു തുക സമാഹരിച്ച് നൽകിയതിൽ ടീച്ചർക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെപ്പോലെ ഒരുപാട് കുട്ടികൾക്ക് നിങ്ങളുടെ ഈ പ്രവൃത്തി ഒരു മാതൃകയാവട്ടെ എന്ന് ടീച്ചർ ആഗ്രഹിക്കുക.